അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, ഹഗ്ഗായി 2:5 ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ തന്നെ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് കൂടെയുള്ള ആ വാസകാലം ഒന്നിനെയും ഭയപ്പെടാൻ നമുക്കില്ല എന്ന് കർത്താവ് അരുൾ ചെയ്യും. പ്രവാചകൻ്റെ മൊഴികളിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക വാഗ്ദാനം നമുക്കറിയാം. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട്, സുഹൃത്തുക്കളോട് കൈനീട്ടുന്ന ചില സമ്മാനങ്ങളുണ്ട്. ഒരുപക്ഷേ മുതിർന്നവർക്ക്, സീനിയേഴ്സിന് കുഞ്ഞുങ്ങൾ കൈനീട്ടി ചോദിക്കുന്ന പല കാര്യങ്ങളും നിസ്സാരമാണ്. പക്ഷേ ആ ചോദിച്ചപ്പോൾ ലഭിക്കുമെന്ന പ്രത്യാശയിൽ നിന്ന് ആ കരങ്ങളിലേക്ക് അവരാഗ്രഹിച്ചത് ലഭിക്കുമ്പോഴുള്ള മുഖപ്രസാദം, ആത്മസംതൃപ്തി, ആനന്ദം, സന്തോഷം അവർ പ്രകടമാക്കുന്നത് കാണാം. ഈജിപ്തിൽ നിന്ന് ആ പീഡിതരായ ഇസ്രായേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ വാഗ്ദാനം, നിങ്ങളുടെ ഇടയിൽ എൻ്റെ ആത്മാവ് വസിക്കുന്നു എന്നുള്ളതാണ്. ദുഷ്ടാത്മാവ് സകലതും നശിപ്പിക്കാൻ വേണ്ടി ഒരുവൻ്റെയോ ഒരു കൂട്ടത്തിൻ്റെയോ കൂടെ കൂടുമ്പോൾ നാശത്തിൻ്റെ, ദുർഗന്ധത്തിൻ്റെ, അതൃപ്തിയുടെ, നിരാശയുടെ, പാപത്തിൻ്റെ വഴികൾ തുറക്കുന്നു. അനവധി സംഭവങ്ങൾ അവരെ നിഷേധത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ തന്നെ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. രക്ഷയുടെ വഴിയിലേക്ക്, വിജയത്തിൻ്റെ വഴിയിലേക്ക്, ആത്മസംതൃപ്തിയുടെ വഴിയിലേക്ക്, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, വിനയത്തിൻ്റെ, എളിമയുടെ, തുറന്ന് സംസാരിക്കുന്ന, തുറന്ന് മനസ്സിലാക്കുന്ന, കൈനീട്ടി സ്വീകരിക്കുന്ന രക്ഷയുടെ വഴികളിലേക്ക് ആത്മാവ് കൂടെയുണ്ടെങ്കിൽ നാം തനിയെ സഞ്ചരിക്കും. മാത്രവുമല്ല, നീയൊന്നിനെയും ഭയപ്പെടേണ്ട, ഞാനാണ്, എൻ്റെ ആത്മാവാണ് നിൻ്റെ കൂടെ എന്ന് പറയുന്ന അചഞ്ചലമായ സ്നേഹത്തിൻ്റെ, അതിർത്തികളില്ലാത്ത സംരക്ഷണത്തിൻ്റെ കർത്താവിൻ്റെ മൊഴികൾ നിന്നോട് കൂടെ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.